ഗംഗാ കാമുക സൂനുവാരണമുഖൻ കാർത്യായണീ നന്ദനൻ മങ്ങാരിങ്ങു വന്നെനിക്കു തുണയ്ക്ക സതതം വിഘ്നം കളഞ്ഞാതരാൽ ചിങ്ങം നല്ല പഴങ്ങളും മരുമത്തേനും കരിമ്പെന്നിവ ഭംഗ്യാൽ നിൻ തിരുമുമ്പിൽ വെച്ചടികളിൽ ചെമ്മേ വഴങ്ങുന്നു ഞാൻ. വട്ടമൊത്ത ലക്ഷ്മി പൂരത്തിഷ്ടമോടെ വാഴും ദേവി, വട്ടമൊത്ത ലക്ഷ്മി പൂരത്തിഷ്ടമോടെ വാഴും ദേവി, ദുഷ്ടതകൾ നീക്കി വാഴും ലക്ഷ്മി ദേവിയും ദേവി, ദുഷ്ടതകൾ നീക്കി വാഴും ലക്ഷ്മി ദേവിയും ദേവി. ചെമ്മനാടും ബേടകവും മുളിയാറും കൂടിച്ചേരും, ചെമ്മനാടും ബേടകവും മുളിയാറും കൂടിച്ചേരും, ആറും കരയിലായി വാഴും മഹിഷമർദ്ദിനി ദേവി, ആറും കരയിലായി വാഴും മഹിഷമർദ്ദിനി ദേവി. കാത്തിടേണേ കനിയേണേ ലക്ഷ്മിപൂരം വാഴും അമ്മേ തിത്താതിന്താതിന്തത്താകിട തിത്തൈലിമിതേ നിമിത്തതില്ലത്തെ. ചെഞ്ചോല കിളിപ്പെണ്ണെ ചെഞ്ചമ്മേ വരിക നീ, ചെഞ്ചോല കിളിപ്പെണ്ണെ ചെഞ്ചമ്മേ വരിക നീ. എന്തൊരു വിശേഷങ്ങൾ പറവാനുണ്ടു തത്തേ, എന്തൊരു വിശേഷങ്ങൾ പറവാനുള്ളൂ തത്തേ. എങ്കിലോ ചൊല്ലുന്നുണ്ടെന്നിരുന്നോരാനന്തരം, എങ്കിലോ ചൊല്ലുന്നുണ്ടെങ്കിരുന്നോരാനന്തരം. അന്നേരം കിളി തന്നെ ആനന്ദം വരുത്തുവാൻ, അന്നേരം കിളി തന്നെ ആനന്ദം വരുത്തുവാൻ. അന്നദാനവും പാലും വെല്ലവും പഞ്ചസാര, അന്നദാനവും പാലും വെല്ലവും പഞ്ചസാര. കദളി കനികളും നിറയെ പൂജിച്ചു നീ, കദളി കനികളും നിറയെ പൂജിച്ചു നീ. ആർത്തിയെ കളഞ്ഞുടൻ പറയുക വിശേഷങ്ങൾ, ആർത്തിയെ കളഞ്ഞുടൻ പറയുക വിശേഷങ്ങൾ. ആഴിപ്പെണ്ണായ സീത തനിക്കു വന്നോരല്ലൽ, ആഴിപ്പെണ്ണായ സീത തനിക്കു വന്നോരല്ലൽ. പാരിൽ പെൺകൊടിമാരും കൂടിക്കൊണ്ടരികത്തും, പാരിൽ പെൺകൊടിമാരും കൂടിക്കൊണ്ടരികത്ത്. മാനിച്ചു പറയുന്നു മകളെ കേൾക്കനിയും, മാനിച്ചു പറയുന്നു മകളെ കേൾക്കനിയും. ആനനമൊരുപത്തും കരങ്ങളിരുപതും, ആനനമൊരുപത്തും കരങ്ങളിരുപതും. രാവണനുണ്ടെന്നൊരു കേട്ടു കേൾവിയേയുള്ളൂ, രാവണനുണ്ടെന്നൊരു കേട്ടു കേൾവിയേയുള്ളൂ. രാവണനുണ്ടെന്നൊരു കേട്ടു കേൾവിയേയുള്ളൂ. രാവണനുണ്ടെന്നൊരു കേട്ടു കേൾവിയേയുള്ളൂ. ഏവം കഴിഞ്ഞു പലകാലം സമരം ചെയ്തു, ഏവം കഴിഞ്ഞു പല കാലം സമരം ചെയ്തു. ദേവാരി കവചങ്ങളാവോളം നാശം ചെയ്തു, ദേവാരി കവചങ്ങളാവോളം നാശം ചെയ്തു. 900 പിന്നെ 99 പോയി, 900 പിന്നെ 99 പോയി. കള്ളമോഴിഞ്ഞു പിന്നെ ഒന്നേ കവചമുള്ളൂ, കള്ളമോഴിഞ്ഞു പിന്നെ ഒന്നേ കവചമുള്ളൂ. ബ്രഹ്മപ്രളയം അപ്പോൾ ഉണ്മയിലുണ്ടായി വന്നു, ബ്രഹ്മപ്രളയം അപ്പോൾ ഉന്മായിലുണ്ടായി വന്നു. ബ്രഹ്മമാം വിഷ്ണുപാദം നിർമ്മലന്മാരും ചേർന്നു. ആദ്യം നിങ്ങളുടെ കോസ്റ്റ്യൂംസ് ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ, നല്ല ബ്യൂട്ടിഫുൾ കോസ്റ്റ്യൂം. പിന്നെ പാടി കളിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടയറിങ്, അല്ലാതെ നിങ്ങൾക്ക് അത് ഭയങ്കര ഓക്കെ ആണോ? എങ്ങനെ നിങ്ങൾ എല്ലാവരും ഈ അല്ലേ പാടുന്നുണ്ട് കോലുകളി? നമ്മൾ ആക്ച്വലി മെയിൻ സിംഗേഴ്സിന്റെ വോക്കൽസിന്റെ കൂടെ ഇവരുടെ കേൾക്കുമ്പോ വേറെ ഏതെങ്കിലും ലിറിക്സ് വെച്ചിട്ടാണോ പാടുന്നത്? അത് ഇടയ്ക്കൊരു പറയുന്നത് അല്ല, അതും പറയണ്ട് അതിന് അതും നടക്കണ്ട് അല്ലേ? അല്ലേ അതെന്താ പറയുന്നത്? പോ മുനിപ്പോ ചുറ്റി. അതെന്താ മീനിങ്? അത് താളാണ് കോൽക്കളിയുടെ. നമ്മളൊരു കളിയിൽ നിന്ന് നെക്സ്റ്റ് കളിയിലേക്ക് മാറാൻ വേണ്ടിട്ട് വിളിക്കുന്ന താളാണ്. നെക്സ്റ്റ് കളി എടുക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു താളം പറഞ്ഞിട്ട് നെക്സ്റ്റ് കളി തുടങ്ങാൻ വേണ്ടി. അതുപോലെ ഈ പാട്ട് പാടിയില്ലേ, അതെന്തെങ്കിലും കഥ എന്തെങ്കിലും ആണോ? ഞാൻ പറയട്ടെ, പാട്ട് കഥയാണോ? പാട്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ മൊത്തം ഞങ്ങളുടെ നാട്ടിലെ സ്ഥലങ്ങൾ, ചെമ്മനാട്, ബേടകം, ഉള്ളേരിയ. ചേച്ചി ഈ കളി എലീനയും ശ്രീവിദ്യയും പഠിപ്പിച്ചിരുന്ന കുറഞ്ഞൊരു 10 കാഷ്വാലിറ്റി ഇപ്പൊ അമൃത ഹോസ്പിറ്റൽ ഒരു റൗണ്ട് അടിച്ചു പുറത്തിറങ്ങി ക്യാമറ വരെ അടിക്കും. അഖില വേറൊരു കേസുണ്ട്. ഇവര് വരുന്നത് എവിടെന്നാന്നറിയോ? കാസർഗോഡ്. ചേച്ചി ഇവളും കാസർഗോഡ്. അങ്ങനെയാണെങ്കിൽ ശ്രീവിദ്യ ഒന്ന് കളിച്ചു നോക്കട്ടെ. ശ്രീവിദ്യയാണ് കറക്റ്റ്. ഡ്രസ് മാച്ച് ചെയ്യണ്ട്, എല്ലാം ചെയ്യണ്ട്. എന്റെ നാട്ടുകാരാണ്, എനിക്ക് നാളെ ഇവരെ കാണണ്ട. അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് തന്നെ കാണണല്ലോ. ഇല്ല, കാണുമ്പോ അവര് മാറി കിടന്നോളും. നിങ്ങൾ ഒരാളെ
കുളിത്താ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് അങ്ങനെയാണ്. എലീനോട് വിളിച്ചു എന്നിട്ട് ഈ പരിപാടിയുടെ പേര് കൂട്ടടിയതാണ്. നീ എന്താ വേണം നമുക്കതില്ല. അതൊന്നും കുഴപ്പമില്ല, നമുക്ക് നമ്മുടേതായ രീതിയിൽ കളിക്കാം. ബാ നിങ്ങളൊക്കെ 10 അടി മാറി നിക്ക്, 10 അടി മാറി നിക്ക്. ഒരുപറ്റ വീട്ടുകാർ വന്ന് എന്നെ തല്ലും. നിനക്ക് നീ സേഫ് ആണ്. ഞാൻ എവിടെ നടുക്ക് നിക്കണം. ബാ നടുക്ക് നിക്കണം. തരുവോ? ഇവിടെ നിങ്ങളടുത്ത് രണ്ടുപേർത്ത് ഒരു കാര്യം കൂടെ പറയുവാണ്. തലയ്ക്ക് മുകളിൽ കൊലപാതക ശ്രമമാണ്. അപ്പൊ അത് ശ്രദ്ധിച്ച് എടുത്തൊരു കേസാവരുത് അവസാനം. അല്ല, ഇത് ഞങ്ങള് പഠിക്കാണ്, ഒരിക്കലും കലേനെ കളിയാക്കുന്നല്ല. ആദ്യമായിട്ട് പഠിക്കുന്ന 2 കുട്ടികളെ പോലെ, കുരുന്നുകളെ പോലെ. നിങ്ങൾ എടി നമ്മളെ കലാകാരന്മാരുടെ കൂട്ടത്തിൽ കൂട്ടിയിട്ടില്ല, പിന്നെയല്ലേ കളിയാക്കല്. എങ്ങനെ ആദ്യം എവിടെയാ കൊടുക്കണ്ടേ? എവിടെ കൊടുക്കേണ്ടത്? മുനിപ്പോ മൂന്നാമത്തെ കൊടുത്തോണ്ട് പോണം. പോണോ? കൊട്ടി എന്നിട്ട് ഇങ്ങനെ പോണം. കിട്ടി. വെരി ഗുഡ്. ഒരു കൈ തരൂ. കൊട്ടി മുനിപോ, കൊട്ടി മുനിപോ, മുനിപോ ചുറ്റി മുനിപോ, മുനിപോ ചുറ്റി കൊട്ടോ പോ കുട്ടോ. ചുറ്റിക്കോ മടക്കം കൊട്ടോ പോ. മുനിപോ, മുനിപോ ചുറ്റി മടക്കം മുനിപോ, മുനിപോ ചുറ്റി മുനിപോ, മുനിപോ താളം താകിരി ധാം തില്ലത്തെ. ചേച്ചിമാരെ നിങ്ങള് നിർത്തണ കാര്യം മണി അടിക്കുമ്പോ മിണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞെന്താ അറിയാമോ? അവരാ ഡ്രസ്സേ ഉള്ളൂ, പ്രായഞ്ഞതാണ്, തലറിയ ഷുഗറൊക്കെ ഉള്ള ടീമാണ് രണ്ടും. ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇത് ശരിക്കും എല്ലാരും പഠിച്ചിരിക്കേണ്ടത്. നല്ല രസം. ഭയങ്കര ഒരു ഓളത്തിൽ അങ്ങ് പോകുന്നുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം തരണം. ഞങ്ങളെ 2 ഗുരുക്കന്മാരുണ്ട്, അവരെ സ്റ്റേജിലേക്ക് ഒന്ന് വിളിച്ചു. പ്ലീസ് വെൽക്കം. പേര് പറയോ? ശ്രീ എം കുഞ്ഞമ്പു നായർ, ശ്രീ ടി എന്റെ ദിനേശൻ. അച്ഛനല്ല കേട്ടോ, എന്റെ അച്ഛന്റെ സെയിം പേരാണ്. പക്ഷെ എന്റെ അച്ഛനെ പോലെയുള്ള ഒരു മനുഷ്യനാണ്. എനിക്കറിയാം. മാഷ് വരുമ്പോ മാറി നിന്നോ, നമ്മൾ കളിച്ചത് കണ്ട് ചാടി ചവിട്ടും. നമസ്കാരം. പക്ഷെ എങ്ങനെ ഉണ്ടായിരുന്നു ഈ പിള്ളേരുടെ പെർഫോമൻസ്? ഈ പിള്ളേരുടെ ഞങ്ങളുടെ കാണാൻ തിരക്കേടില്ല. അതായത് കൊള്ളൂല. കൊള്ളെന്ന് പറയാനായിട്ടില്ല. കൊള്ളണമെങ്കിൽ കൊടുക്കണം. കൊടുത്തില്ല. മാഷ ആ കോല് വെച്ച് 2 കൊടുക്കും. മാഷ ഇല്ല മാഷ അല്ല, മാഷ പഠിപ്പിക്കാനും നമുക്ക് പറ്റും. വഴങ്ങത്തില്ലേ? തോന്നുന്നു കാണുമ്പോ. മാഷ ഞാനൊരു കാര്യം ചോദിക്കട്ടാ, ഇപ്പെല്ലാം തുടങ്ങുമ്പോ ഇങ്ങനെയല്ലേ ഉണ്ടായിനെ? അല്ല, ഇതിനെക്കാട്ടും കുറച്ചും കൂടെ കടയായിട്ടുണ്ടായിരുന്നു. കടാന്ന് പറഞ്ഞാൽ കഷ്ടമാട്ടാ. ഒരു കാര്യം പറഞ്ഞേ പറ്റൂ, മാഷ് ഭയങ്കര ജെൻസിയാണ്, ഭയങ്കര കൂളാണ്. മാഷിന് വേണ്ടി ഒരു വലിയ കൈയടി. മാഷ് എത്ര വർഷമായിട്ട് പിള്ളേരെ പഠിപ്പിക്കുന്നു മാഷേ? ഞാൻ എന്റെ 15 വയസ്സിൽ കളി പഠിച്ചതാണ്. ഇപ്പൊ എനിക്ക് 74 വയസ്സിൽ മെയ് 17 ആകുമ്പോ 74 വയസ്സാണ്. 60 ഇപ്പോഴും ഞാൻ ഈ പിള്ളേരൊക്കെ കൂടി കളിക്കും വേണ്ടി വന്നു. അപ്പൊ എന്തായാലും ശ്രീവിദ്യ, നിന്റെ നാട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വന്നു, കിടിലം പെർഫോമൻസ് ആയിരുന്നു. നമ്മളും അതിന്റെ ഇടയ്ക്ക് ഒന്ന് ഡാൻസ് കളിച്ചു. മാഷ് കുറച്ച് ഹാപ്പി ആണെന്ന് തോന്നുന്നു. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ചേച്ചിയെ ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ ആൻഡ് വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് കൊടുക്കാനുള്ള സമയമായിരിക്കുകയാണ്. ചേച്ചി ആദ്യം ചേച്ചി ഇങ്ങോട്ടേക്ക് വരിക, എന്നിട്ട് ബാക്കി നമുക്ക് അങ്ങ് പറയാം. ഓക്കെ. ഇനി ഇവരെ കൊണ്ടുവന്നോണ്ട് എനിക്ക് തരല്ലേട്ട്. അത് ഭയങ്കര കൺഫ്യൂഷൻ ഇല്ല. കലാരൂപത്തിന് നമ്മൾ കളിയാക്കാൻ പാടില്ല. മാഷ് ഉണ്ടാവുമ്പോ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാന്നുള്ളത് ശരിയല്ല. ആർക്കാ അങ്ങനെയാണെങ്കിൽ ഓക്കെ, മാഷിനാണ് കൊടുക്കാൻ പോണെങ്കിൽ ഓക്കെ. ഇവർക്കാണെങ്കിൽ കലാമണ്ഡലത്തിൽ ഇത് കത്ത് വരും, ചേച്ചി മറുപടി കൊടുക്കേണ്ടി വരും. അത് അമ്മ ഓഫീസിൽ തന്നെ വരികയും ചെയ്യും. മെയിൻ അല്ലേ, കുഴപ്പമില്ല. ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ ഗോസ് ടു നമ്മുടെ ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ ഗോസ് ടു നമ്മുടെ മാഷിനെ. ഇത്രയും അടിപൊളിയായിട്ട് ഇവരെയൊക്കെ പഠിപ്പിച്ച മാഷിന് തന്നെയാണ് ഇത് അർഹിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. വില്ലി വൈറ്റ് ദ ബ്രൈറ്റ്, വിത്ത് നോ ഡൗട്ട് എനിക്കറിയാം നന്നായിട്ട് പെർഫോം ചെയ്ത ഈ ബ്രൈറ്റ് ആയിട്ടുള്ള എനിക്കും. വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് ഗോസ് ടു നമ്മളുടെ ഈ ബ്യൂട്ടിഫുൾ ഗേൾസിന് വേണ്ടി. സൂപ്പർ. ശ്രീവിദ്യയുടെ നാട്ടിൽ നിന്നും വന്ന ശ്രീവിദ്യയുടെ ടീമിനാണ്. പറയൂ ശ്രീവിദ്യ.
ശ്രീ മഹിഷമർദിനി ക്ഷേത്രം വനിതാ കോൽക്കളി സംഘം മഹാലക്ഷ്മിപുരം. എനിക്ക് ഭയങ്കര പ്രൗഡാണ് ഇവരുടെ കൂടെ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത്. എന്റെ നാട്ടിൽ നിന്ന് ആരും വരാറില്ല എന്ന് ഞാൻ ഭയങ്കര വിഷമം പറയാം. അവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ആ പോട്ടെ പറ. ഒരു ഓളത്തിലൊക്കെ പോവായിരുന്നു. അത് മാത്രല്ല ഇവളുടെ നാട്ടിൽ നിന്ന് ശരിക്കും കലാകാരിമാരുണ്ടെന്നുള്ളത് തെളിച്ചത് ഇവര് വന്നതിന് ശേഷം. Alright, അപ്പൊ എന്തായാലും ഭയങ്കര ഒരു ഫൺ ഫിൽഡ് എപ്പിസോഡ് ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറയട്ടെ, ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ്. ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതിലേക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്.